ചൈനയിലൊരു സ്ട്രീറ്റിലുള്ളത്, ബെയ്ജിങ്ങിലുള്ള. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ വന്ന് ഇവിടെ വന്നിറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണമെന്നറിയാം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പിന്നെ സമ്മർ പാലസ് കാണാൻ പോവാണ്. പിന്നെ അതേപോലെ തന്നെ ടെമ്പിൾ ഓഫ് ഹെവൻ ഇന്നലെ കാണാൻ പറ്റിയില്ല, അപ്പോൾ ടെമ്പിൾ ഓഫ് ഹെവനും കൂടി ഇന്ന് കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സർക്കസ് ഷോ ഉണ്ട്, അപ്പോൾ അതും കൂടി ഇന്ന് കാണാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് സമ്മർ പാലസിലേക്ക് നടന്നു പോവുകയാണെന്നറിയാം. പിന്നെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് കവർ ചെയ്യണം. നാളെ രാത്രിയോടുകൂടി നമ്മൾ ബെയ്ജിങ്ങിനോട് വിട പറയുന്നറിയാം. അപ്പോൾ കാണാം നമുക്ക് എന്തൊക്കെയുള്ളതെന്നുള്ളത്. It's like a sunrise warming us up. Been spending all your time lifting me up. All of the things I've been worrying seem to be disappearing now, reminding me what days should be made of. സമ്മർ പാലസിൻ്റെ അടുത്താണുള്ളതെന്ന് അറിയാം. അതിൻ്റെ എൻട്രൻസ് ഭാഗമാണിത്. ഇപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം, നോക്കാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ നടന്ന് സമ്മർ പാലസിൻ്റെ അടുത്ത് എത്തിയിരിക്കണമെന്നറിയാം. ഇതാണ് സമ്മർ പാലസ്, അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണെന്നറിയാം. അത് ചൈനയിലെ ബീജിങ്ങിൽ ഹൈഡിയാൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ സമ്മർ പാലസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ ഏറ്റവും വലുതും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു റോയൽ ഗാർഡനാണ്. 1750കളിൽ ഈ ക്യുൻ രാജവംശത്തിൻ്റെ ക്വാൻലോഗ് ചക്രവർത്തിയുടെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. 1998 യുനെസ്കോയുടെ പൈതൃക സ്ഥലമായിട്ട് ഇത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഡിസൈനിൻ്റെയൊക്കെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ അടിപൊളി പവലിയനുകൾ, ഹാളുകൾ, ക്ഷേത്രങ്ങൾ, പാലങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, കുന്നുകൾ, തടാകങ്ങൾ എന്നൊക്കെ ചുറ്റുപാടും കാണാൻ പറ്റുമെന്നറിയാം. ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ തടാകം, അതാണ് ക്യുൻമിഗ് തടാകം, ലോങ്കോവിറ്റ് ഹില്ല്. ഈ ക്യുൻമിഗ് തടാകം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ മുന്നിൽ രണ്ട് ഭാഗവും ഒരു തടാകമാണ്. ഹാങ്ഷൗവിലെ വെസ്റ്റ് ലോക്കിൻ്റെ അനുസരിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ ബുദ്ധിസ്റ്റ് ടവർ ഉണ്ടെന്ന് പറയാം. അത് കെട്ടിടങ്ങൾ പലതും ഈ കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജാവുണ്ടല്ലോ ക്വാൻലോഗ് ചക്രവർത്തി തൻ്റെ അമ്മയുടെ 60ാമത്തെ ജന്മദിനത്തിലായി നിർമ്മിച്ചാണിത്. അതുപോലെ തന്നെ 728 മീറ്റർ നീളമുള്ള ഒരു മനോഹരമായ നടപ്പാത ഇതിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ഉണ്ട്. ഇതിൽ പല സ്ഥലങ്ങളിലും ചൈനയുടെ ചരിത്രങ്ങൾ, പുരാണങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന ആയിരക്കണക്കിന് ചിത്രങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് ഈ നടപ്പാത. ഈ 17 ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം 150 മീറ്റർ നീളമുള്ള ഒരു പാലാണ് ഈ തൊട്ടപ്പുറത്ത് കാണുന്ന പുഴയിലെ ഉള്ള ഒരു പാലം. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കടന്നു പോകുന്നതായിട്ട് നല്ല അടിപൊളി ഈ പാലത്തിൻ്റെ ആർച്ചുകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുന്നതായിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ബോട്ട് അതവിടെ കാണാൻ പറ്റും ഇത് തൊട്ടപ്പുറത്ത്. പിന്നെ സുഷൗ മാർക്കറ്റ് സ്ട്രീറ്റ്. പണ്ട് ഈ രാജാവ് ഈ സുഷൗ മാർക്കറ്റിൽ സാധാരണ ജനങ്ങളെ പോലെ നടന്നു വന്നിട്ട് ഇതൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങലുണ്ടെന്ന് പറയുന്നത്. 1764 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പിന്നെ 4.8 മില്യൺ വെള്ളി ടൈലിൻ്റെ ചെലവിനാണ് നിർമ്മിക്കപ്പെട്ടത്. പിന്നെ ഇതെന്ന് വെച്ചാൽ 1860 ഈ ഓപ്പിയം യുദ്ധം നടന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 1914 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ട്. അടിപൊളി ഒരു സംഭവമാണ്, അടിപൊളി ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ വന്നത്. നമ്മൾ സമ്മർ പാലസിൽ നിന്ന് ഇറങ്ങി എന്ന് പറയാം. അവിടെ പിന്നെ അത്രത്തോളം ആൾ കാണാനുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ബസ്സിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിനി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ടെമ്പിൾ ഓഫ് ഹെവൻ കാണാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറി ടെമ്പിൾ ഓഫ് ഹെവൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണിത് എന്നറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സമയം ഏകദേശം ഉച്ചയായി. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ടെമ്പിൾ ഓഫ് ഹെവൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ടെമ്പിൾ ഓഫ് ഹെവൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാമെന്നറിയാം. It's like a sunrise, warm in the sun, and spending all your time lifting me up. All of the things I've been worrying seem to be disappearing now, reminding me what days should be made of. Sunshine betting on a good time. I've been chasing butterflies all afternoon. Night drives cruising on the highlight, spending all of my time kicking with you, honey, with you. Ooh, honey, with you. Oh, we're on a coaster, we're on a cloud. Hands in the stars, we're beautiful now. All of the plans I've been making seem to be figuring themselves out. Letting them go, look at all we found. Sunshine betting on a good time. I've been chasing butterflies all afternoon. Night drives cruising on the highlight, spending all of my time kicking with you, honey, with you. Honey, with you. ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതതിൻ്റെ എൻട്രൻസ് ആണ്, ടിക്കറ്റ് സെൻറ്റർ. നമ്മളിപ്പോൾ ഏകദേശം ടെമ്പിൾ ഓഫ് ഹെവൻ്റെ അടുത്തെത്തിയിരിക്കുകയെന്ന് പറയും. ഫുഡൊക്കെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ തന്നെ ഇപ്പം നടന്നു പോകണം. ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മലയാളത്തിൽ സ്വർഗത്തിൻ്റെ കൊട്ടാരം, അമ്പലം എന്ന് പറയും. അതായത് ചൈനയിലെ ബെയ്ജിങ്ങിൽ സ്ഥിതി ചെയ്യുന്നൊരു ചരിത്ര പ്രാധാനമായും ആത്മീയവുമായിട്ടൊരു സ്ഥലമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ മിഗ് കിങ് രാജവംശങ്ങളുടെ കാലത്താണ് ചക്രവർത്തിമാർ സ്വർഗത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥനകളും ബലികർപ്പങ്ങളും നടത്തിയിരുന്ന ഒരു ആരാധനാലയമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഈ അവരുടെ സംസ്കാരത്തൊക്കെ ശരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിതെന്നറിയാം. കാരണം പല ഐതിഹ്യങ്ങളും ഈ ഒരു ടെമ്പിൾ ഓഫ് ഹെവനെ പറ്റി ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എന്നറിയാം. അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് വിശ്വാസപ്രകാരം ചക്രവർത്തി, അതായത് സ്വർഗത്തിലെ സൺ ഓഫ് ഹെവൻ ആയിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ദൈവവുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ടെമ്പിൾ ഓഫ് ഹെവനിൽ ചക്രവർത്തി വർഷം തോറും ഈ നല്ല വിളവ്, സമൃദ്ധി, രാജ്യത്തിൻ്റെ ഐശ്വര്യം എന്നിവയൊക്കെ അവർ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഒരു ഐതിഹ്യം അനുസരിച്ചിട്ട് ചക്രവർത്തി ഈ ചടങ്ങുകൾ കൃത്യമായി നടത്തിയിട്ടില്ലെങ്കിൽ ഈ സ്വർഗത്തിൻ്റെ ദൈവം കോപിക്കുകയും രാജ്യത്തിന് ദുരന്തങ്ങൾ, വരൾച്ച അല്ലെങ്കിൽ കലാപങ്ങൾ വരുത്തുകയും ഒക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയാം. ഈ ചടങ്ങുകളൊക്കെ അതീവ ഗൗരവത്തോടെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രതീകാത്മക വാസ്തുശില്പം, ടെമ്പിൾ ഓഫ് ഹെവൻ്റെ വാസ്തുശില്പം സ്വർഗീയവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ പ്രതികരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹാൾ ഓഫ് പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഫോർ ഹാർവെസ്റ്റ് എന്ന പ്രധാന ഗോപുരം വൃത്താകൃതിയിലാണ്. അതായത് ഈ നമ്മളിതിൻ്റെ മെയിൻ സെൻറ്റർ കാണുന്നുണ്ടല്ലോ, അത് ഏകദേശം ഒരു വൃത്താകൃതിയിലാണ്. ഇതിൻ്റെ താഴെ ചതുരത്തിലെ ആകൃതിയാണ്. ഈ വൃത്താകൃതിയിൽ കാണുന്നത് സ്വർഗ്ഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പിന്നെ ചതുരത്തിൽ കാണുന്നത് ഭൂമിയായിട്ടാണെന്നറിയാം. അങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. പിന്നെ ഈ ഡിസൈനിൽ ഓരോ വിശദാംശങ്ങളും, നിറങ്ങളും, സംഖ്യകൾ, ദിശകൾ എന്നിവയെല്ലാം ചൈനീസ് ദർശനത്തിൻ്റെ യിൻ യാങ്ങിൻ്റെ ഫെങ് ഷൂയിൻ്റെയും തത്വങ്ങൾ അവരിങ്ങനെ പിന്തുടരുന്നുണ്ടെന്ന് പറയാം.
പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇക്കോ വാൾ എന്നുള്ള സംഭവം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ രാജാവാണ് ഈ സൺ ഓഫ് ഹെവൻ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇക്കോ വാൾ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഓഫ് ഹെവനിലെ ഒരു പ്രത്യേകതയാണ്. ഇക്കോ വാൾ ഈ ചുമരിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മന്ത്രിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് വ്യക്തമായി കേൾക്കാൻ പറ്റും. ശബ്ദം അവിടെ തടസ്സമില്ലാതെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഐതിഹ്യം അനുസരിച്ച് ഈ ഇക്കോ വാൾ സ്വർഗത്തിലെ ദൈവം ചക്രവർത്തിയുടെ രഹസ്യ പ്രാർത്ഥനകൾ പോലും ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു സംഭവമാണ് നമ്പർ 9 എന്നുള്ള 9. ചൈനീസ് സംസ്കാരത്തിൽ 9 എന്ന സംഖ്യം അതിശക്തമായ ഒരു പ്രതീകമാണ്. കാരണം ഇത് നിത്യതയെ പ്രതിനിധീകരിക്കുന്നു എന്നറിയാം. ടെമ്പിൾ ഓഫ് ഹെവനിൻ്റെ ഡിസൈനിൻ്റെ 9 ഗുണങ്ങളാണ് ശരിക്കുള്ളത് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് സർക്കുലർ മൗണ്ട്, ആൾട്ടർ മൗണ്ട് എന്നിവിടങ്ങളിൽ 9 ഗുണങ്ങളിൽ പടികളും കല്ലുകളും ക്രമീകരിച്ചിട്ടുണ്ടെന്നറിയാം. ഈ കഥ അനുസരിച്ച് 9 ഒരു ഉപയോഗം സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ പ്രതികരിക്കുന്നുണ്ടെന്നറിയാം. ഇത് ചക്രവർത്തിയുടെ ഭരണത്തിന് ദൈവിക അനുഗ്രഹം നൽകുന്നു എന്നറിയാം. ഈ ചക്രവർത്തിയുടെ ത്യാഗങ്ങൾ, വാർഷിക ചടങ്ങുകൾ, പിന്നെ ചക്രവർത്തിയുടെ മൃഗങ്ങളെ ബലി നൽകി പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഒരു ഐതിഹ്യം അനുസരിച്ച് ഒരു വർഷം ചക്രവർത്തി ഈ ചടങ്ങ് കൃത്യമായി നടത്തിയില്ലെങ്കിൽ ആ രാജ്യത്ത് വലിയ വരൾച്ച ഉണ്ടായി എന്നറിയാം. ഇത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. പിന്നീട് ചക്രവർത്തി ഖേദപൂർവ്വം ക്ഷമാപണം നടത്തി പ്രാർത്ഥനകൾ ആവർത്തിച്ചപ്പോൾ മഴ ഉണ്ടായി നടക്കം പറയുന്നുണ്ട്, കഥകളുണ്ട് എന്നറിയാം. ആധുനിക ഐതിഹ്യങ്ങളനുസരിച്ച് ആധുനിക കാലത്ത് ടെമ്പിൾ ഓഫ് ഹെവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എന്നാൽ ഇപ്പോഴും ചിലർ വിശ്വസിക്കുന്നത് ഈ സ്ഥലത്ത് ആത്മീയ ശക്തി ഉണ്ടെന്നാണ്. ചിലർ പറയുന്നത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ്. പ്രത്യേകിച്ച് ഒരു സർക്കുലർ മൗണ്ട് ആൾട്ടറുകൾ വെച്ച്, അതായത് നമ്മളതിൻ്റെ ഏറ്റവും മേലെ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് പറയും. സാംസ്കാരിക പ്രാധാന്യം ടെമ്പിൾ ഓഫ് ഹെവൻ ചൈനയുടെ ആത്മീയവും തത്വചിന്തവുമായ പൈതൃകത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇവിടുത്തെ കഥകളും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം, മനുഷ്യൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ഐക്യം, ഭരണാധികാരികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ടെമ്പിൾ ഓഫ് ഹെവനിനെ പറ്റി. ഇതൊക്കെയാണ് ടെമ്പിൾ ഓഫ് ഹെവനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നറിയാം. അപ്പോൾ ടെമ്പിൾ ഓഫ് ഹെവനിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങുകയാണെന്നറിയാം. അതിൻ്റെ ബേക്കിലൂടെയാണ് ഇറങ്ങിപ്പോയത്. അതിൻ്റെ വലിയൊരു ഗാർഡൻസൊക്കെ ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാപ്പി വാലി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടുന്ന് ബസ് കയറി പോകണമെന്നറിയാം. അവിടെ ഒരു സർക്കസ് ഷോ ഉണ്ടല്ലോ, ഇതാണ് ആ സ്ഥലം, ഹാപ്പി വാലി. ഇവിടെ ഒരു ഗംഭീരമായ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. അടിപൊളി പല റൈഡ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇവിടെ നമുക്കൊരു ഷോ ഉണ്ട്, ഒരു ആക്രോബാറ്റിക് ഷോ. അതിന് ഗോൾഡൻ മാസ്ക് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഷോ. അതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. അവിടത്തേക്ക് നമ്മൾ പോകണമെന്നറിയാം. അത് ചൈനയിലെ ബീജിങ്ങിലെ ഹാപ്പി വാലിയിലെ തീം പാർക്കിൽ നടക്കുന്ന ഒരു പ്രശസ്തമായ തിയേറ്റർ ഷോ ആണത്. ചൈനീസ് പുരാണങ്ങളും ചരിത്രങ്ങളും ആധാരമാക്കിയിട്ടുള്ളൊരു ഗംഭീരമായ പ്രകടനമാണ്. ഇത് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഷോ ആണെന്നറിയാം. ഷോ നടക്കുന്ന തിയേറ്ററാണെന്നറിയാം. ഈ ഗോൾഡൻ മാസ്ക് ഡൈനാസ്റ്റി എന്നൊരു വിഷ്വൽ എഫക്റ്റാണ്. ഇത് ചൈനീസ് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഒരു മാന്ത്രിക കഥ പറയുന്നതാണ്. ഈ ഷോയിൽ സമ്പന്നമായ വേഷവിധാനങ്ങളുണ്ട്, പിന്നെ അതിശക്തമായ ആക്രോബാറ്റിക് ഡാൻസ് ഉണ്ട്, സ്റ്റേജ് എഫക്റ്റുകൾ, ലേസർ, ജലം, പുക എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം. ഇത് ശരിക്കും ചൈനയുടെ ശക്തിയുടെയും മിസ്റ്റിസത്തിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രതീകമായിട്ടുള്ളൊരു കഥകളാണെന്നറിയാം. ശരിക്കും അവരുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു പ്രകടനത്തിന് പ്രത്യേക രൂപകൽപ്പന ചെയ്തുള്ള അടിപൊളി ഒരു തിയേറ്ററാണെന്നറിയാം. ഇതിൻ്റെ മേലെയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയാണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഷോ കണ്ടിട്ട് ബാക്കി പറയാം.
ലാസ്റ്റ് എന്നാ സംഭവിക്കുന്നത്? 洪水退，太阳也出来，战争结束，而我们的小王子只能带着纪念品独自北上，继承了女王。 ഇതാണ് സംഭവം. നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലാണത്, ഹോളിഡേ ഹിൻ. ഇപ്പോൾ ചൈനയിലെ അവസാനത്തെ ദിവസമാണിത്. ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ ഹോളിഡേ ഹിന്നും ചൈനയോടും വിട പറയുകയാണെന്നറിയാം. ബെയ്ജിങ്ങിൽ നിന്ന് നമ്മളിന്ന് പോവുകയാണെന്നറിയാം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാണ് ഡാക്സിൻ എയർപോർട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക്. ഏകദേശം രാത്രി അങ്ങനെ ആവും ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് നേരെ നമ്മൾ കോലാലംപൂർ പോയി കോലാലംപൂരിൽ നിന്നാണ് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡാക്സിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്. ബെയ്ജിങ്ങിലെ ഏറ്റവും വലിയൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അടിപൊളി സെറ്റപ്പാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ. അപ്പം നോക്കിയൊക്കെ നമുക്ക് എന്തൊക്കെയുള്ളതാണ്. It's like a sun